ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് ലോക പ്രശസ്തമായ ഹോങ്കോങ് എന്ന നഗരത്തിലാണ്. അതിസുന്ദരമായ നഗരം. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ്. ഇത് ശരിക്കും ചൈനയുടെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആണ്. ഇത് അതിസുന്ദരമായ നഗരം ലോകത്തെ ഏറ്റവും സാമ്പത്തികമായി ഉയർന്ന നഗരങ്ങളിൽ മുൻനിരയിൽപ്പെട്ട നഗരമാണ് ഹോങ്കോങ്. ചൈനയുടെ കീഴിലുള്ള സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആണെങ്കിൽ തന്നെയും ചൈന ഇതിലെ യാതൊരു ഭരണത്തിലും കൈകടത്തുന്നില്ല. സ്വതന്ത്രമായ ഭരണം, സ്വതന്ത്രമായ ഫ്ലാഗ്, സ്വതന്ത്രമായ കറൻസി ഹോങ്കോങ് ഡോളർ, ഇവയോടുകൂടി സ്വതന്ത്രമായ ഒരു രാജ്യം പോലെ. ഈ ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറുതും വലുതുമായ 263 ദ്വീപുകൾ ചേർന്നാട്ടോ. പക്ഷെ എല്ലാത്തിലും ഒന്നും ആളുകൾ താമസിക്കുന്നില്ല. നമ്മളിതിലെ പ്രധാന ഐലൻഡിന്റെ പേരും ഹോങ്കോങ് എന്നാണ്. നമ്മളിപ്പോ എയർപോർട്ടിൽ ഇറങ്ങിയ ഐലൻഡ് പ്രധാന ഐലൻഡ് ആണ്, അത് ഹോങ്കോങ് തന്നെയാണ് അതിന്റെ പേര്. അതുപോലെ ലെൻഡോ, ലാമ ഒക്കെയാണ് ഡെവലപ്ഡ് ആയ പ്രധാന ഐലൻഡുകൾ. അതുപോലെ ഹോങ്കോങ് ഈ നദി എന്ന് പറഞ്ഞാൽ പേൾ നദി എന്നാ പറയാ. ഇത് സൗത്ത് ചൈന കടലുമായിട്ട് കണക്റ്റഡ് ആണ്. ഹോങ്കോങ്ങിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1115 കിലോമീറ്റർ സ്ക്വയർ, അത്രയേ ഉള്ളൂ. അതുപോലെ ഇവിടെ ക്രൗഡഡ് ആണ്. 75 ലക്ഷം പേര് താമസിക്കുന്നുണ്ട്, ജനസംഖ്യയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ബിൽഡിങ്സ് ഇങ്ങനെ അടുത്ത് ഭയങ്കര ഹൈറ്റിൽ പണിതിട്ടുണ്ട്, ഫ്ലാറ്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ജംഗിൾ ഓഫ് ബിൽഡിങ്സ്, അതായത് കെട്ടിടങ്ങളുടെ കാടെന്നാണ് ഹോങ്കോങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. ഹോങ്കോങ്ങിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് ഈ പോകുന്നത്. ഫ്രണ്ട്സ്, ഈ ഹോങ്കോങ്ങിലെ ടോപ്പോഗ്രാഫി അനുസരിച്ച് ഇങ്ങനെ ഐലൻഡുകളും അതിനകത്ത് കുന്നുകളാട്ടോ, നിറയെ കുന്നുകളാണ്. പിന്നെ കുറെ ഭാഗമൊക്കെ ഇങ്ങനെ നിരത്തിയെടുത്താണ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോ നിൽക്കുന്നത് പ്രശസ്തമായ വിക്ടോറിയ ഹിൽസ് കേട്ടോ. ഹോങ്കോങ് ഐലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ഹില്ലാണ്. നമ്മൾ പറഞ്ഞല്ലോ ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഐലൻഡും കുറെ ഐലൻഡുകളും പിന്നെ അതിൽ കുന്നുകളും ചേർന്ന ഒരു ഭൂപ്രകൃതിയാന്ന് പറഞ്ഞല്ലോ. അതിൽ 263 ഐലൻഡും ഉണ്ടെന്നും അതിൽ പ്രധാന ഐലൻഡ് ഹോങ്കോങ് ഐലൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹോങ്കോങ് ഐലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ഹില്ലാണ് വിക്ടോറിയ ഹിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിലോട്ട് വരുന്നത്, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിലോട്ട് വരുന്ന ചെറിയ ട്രാം പോലത്തെ വണ്ടിയിലാണ്, തിരിച്ചു പോകുന്നത് ബസ്സിലും. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഈ ഹില്ലിലുണ്ട്, ഇതിന്റെ മുകളിലുണ്ട്. അതുകൂടാതെ പ്രശസ്തമായ മാഡൻ ടുസാഡ്സ് വാക്സ് മ്യൂസിയം ഉണ്ട് കേട്ടോ. മാഡൻ ടുസാഡ്സ് നമുക്കറിയാം, ടുസാഡ് എന്ന് പറഞ്ഞാൽ ലേഡിയെ ബഹുമാനം കൊണ്ടാണ് അവര് മാഡൻ ടുസാഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ടുസാഡ് ഒരു ഫ്രഞ്ച് വനിതയായിരുന്നു. അവര് ഈ സ്കൾപ്ചർ ടാലന്റ് ഉള്ള ലേഡി ആയിരുന്നു. അവര് ലണ്ടനിൽ അവരുടെ ചെയ്ത വർക്കൊക്കെ കൂടി എക്സിബിഷൻസ് നടത്തി. അവരിങ്ങനെ പ്രതിമകളും അങ്ങനെ എക്സിബിഷൻ നടത്തിയിട്ട് അവിടെ പിന്നീട് അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആയിട്ട് മാറി. ഇപ്പൊ 24 പിന്നെ അവിടെ അവര് മരിച്ചു പോയിട്ട് 24 സ്ഥലങ്ങളിൽ, ലോകത്ത് 24 സ്ഥലങ്ങളിലായിട്ട് ഈ മാഡൻ ടുസാഡ്സ് മ്യൂസിയം ഉണ്ട്. മെർലിൻ എന്നുള്ള ഒരു എന്റർടൈൻമെന്റ് കമ്പനിയാണ് ലോകത്ത് 24 രാജ്യങ്ങളിലായിട്ട് ഈ ടുസാഡ്സ് മ്യൂസിയം നടത്തുന്നത്. ഡൊണാൾഡ് ട്രംപ്, ഒബാമയൊക്കെ അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ ശരിക്കും റിയൽ ജീവനുള്ള മനുഷ്യരായിട്ട് നമുക്ക് തോന്നുന്നു. കണ്ടോ, നമ്മുടെ എലോൺ മസ്ക് ഉണ്ട്. മസ്ക് കുറച്ചുകൂടി ചെറുപ്പമായിട്ടാണ്. മറിയ ഷറപ്പോവ, ടെന്നീസ് പ്ലെയർ. പിന്നെ അതുപോലെ തന്നെ ബ്രൂസിലി കണ്ടോ, നമ്മുടെ ഷാറുഖ് ഖാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നരേന്ദ്രമോദി കേട്ടോ, നരേന്ദ്രമോദി ഉണ്ട്. നമ്മുടെ സൽമാൻ ഖാനൊക്കെ അതുപോലെ തന്നെ കേട്ടോ, ചെറുപ്പത്തിൽ നിന്ന് ആള് നിക്കണ പോലെ തോന്നുള്ളൂ. അത്ര പെർഫെക്ഷൻ ആണ്, അതാണ് ഇത്ര ഫേമസ് ആയത്. അതായത് മെസ്സി, റൊണാൾഡോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു മെർക്കുറി എന്ന് പറഞ്ഞ റോക്ക് സംഗീതജ്ഞനാണ്. ഇങ്ങനെ ഇത്രയും പലരും ഉണ്ട് കേട്ടോ. അമിതാഭ് ബച്ചൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കുറച്ച് വീഡിയോയിൽ പകർത്തി.
ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹോങ്കോങ്ങിലെ ഡിസ്നി ലാൻഡിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഡിസ്നി ലാൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ഫേമസ് ആണല്ലേ. വോൾട്ട് ഡിസ്നിയെ നമ്മൾ ഓർമ്മ വരും. വോൾട്ട് ഡിസ്നിയാണ് ആനിമേറ്റഡ് കഥാപാത്രങ്ങളുടെ ഉസ്താദ് എന്ന് പറയുന്ന ആള്. നമുക്ക് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മിക്കി മൗസും ഡൊണാൾഡ് ഡക്കിനെ കുറിച്ചും അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഡൊണാൾഡ് ഡക്കും മിക്കി മൗസും ഉണ്ടാണ്. നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ ഒന്നും ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പൊ ഈ ഡിസ്നി ലാൻഡ് അത്ര ഫേമസ് ആണ്. അദ്ദേഹം ഈ വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞ ഒരു കമ്പനി രൂപീകരിച്ച ശേഷം 1955 ആദ്യമായി കാലിഫോർണിയയിലാണ് ഡിസ്നി ലാൻഡ് സ്ഥാപിച്ചത്. അതിനുശേഷം അദ്ദേഹം പിന്നെ ആ കാലിഫോർണിയയിലെ ഡിസ്നി ലാൻഡ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇത് മക്കളൊക്കെ അത് ചെയ്യുന്നുള്ളൂ, നടത്തുന്നുള്ളൂ. പിന്നെ ഉള്ള ഒരു ഷാങ്കായിലുണ്ട്, ഇപ്പൊ ഹോങ്കോങ്ങില്, അതുകൂടാതെ പാരീസില്, ടോക്കിയോയില്, പിന്നെ ഫ്ലോറിഡ. അപ്പൊ ബാക്കി എല്ലാ സ്ഥലത്തുള്ള ഡിസ്നി ലാൻഡുകള് വ്യത്യസ്ത വ്യത്യസ്ത കമ്പനികളാണ് നടത്തുന്നത്. ഈ ഡിസ്നി ലാൻഡിന്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ചെറിയ വെഹിക്കിൾസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ കയറി നടക്കാൻ ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത തീം ലാൻഡിലോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ ഹോങ്കോങ്ങിലുള്ള ഡിസ്നി ലാൻഡ് ലെൻഡോ എന്ന് പറഞ്ഞ ഐലൻഡിലാട്ടോ. അപ്പൊ 263 ഐലൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതില് ലെൻഡോ എന്നുള്ള ഐലൻഡിലാണ് ഈ ഹോങ്കോങ്ങിലുള്ള ഡിസ്നി ലാൻഡ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടക്കാം. അപ്പം സൈഡിലൊക്കെ ഓരോരോ ഷോകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഏത് വേണമെങ്കിലും നമുക്ക് കയറാം, ഇഷ്ടം പോലെ കയറി കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലഞ്ച് കൂപ്പൺ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ ലഞ്ച് കൂപ്പൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏത് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉള്ളടത്ത് കയറി ആ എമൗണ്ടിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കാം. അതല്ലാതെ നമുക്ക് അല്ലാത്ത ഷോപ്സിൽ പേയ്മെന്റിൽ ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇറങ്ങുന്ന എൻട്രൻസ് ഗേറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആ സ്ഥലമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മെയിൻ സ്ട്രീറ്റ് USA എന്ന് പറയും കേട്ടോ. അവിടെ കൂടുതലും ഷോപ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആനിമേഷൻ അക്കാഡമി, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫാൻറ്റസി ലാൻഡ് ഉണ്ട്, അഡ്വഞ്ചർ ലാൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ വേൾഡ് ഓഫ് ഫ്രോസൺ, ടുമാറോ ലാൻഡ്, ഗ്രിസ്ലി ഗൾച്ച്, മിസ്റ്റിക് പോയിന്റ്, ടോയ് സ്റ്റോറി ലാൻഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതൊക്കെ ഷോസ് ഇതിലൂടെ ഉണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടൈമിംഗ് ഓപ്പൺ ആണോ, എത്ര മിനിറ്റ് ഉണ്ട്, ഇതൊക്കെയുള്ള ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിലെ ടുമാറോ ലാൻഡ് എന്ന് പറഞ്ഞ തീം ലാൻഡ് ആണ് കേട്ടോ. ഇവിടെ കുറെ എന്റർടൈൻമെന്റ് ആയ അമ്യൂസ്മെന്റ് ഷോസും പരിപാടികളും ഉണ്ട്. ഇതാണ് അഡ്വഞ്ചർ ലാൻഡ് കേട്ടോ. അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറഞ്ഞപ്പോ തന്നെ അതിന്റെ മേളിൽ കൂടി കുറച്ച് ഫയർ ഒക്കെ കാണാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡ്വഞ്ചറിന്റെ ഒരു സിമ്പിള് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ഏരിയയാണ് ഫാന്റസി ലാൻഡ് കേട്ടോ. ഫാന്റസി ലാൻഡ് ആണ്. ഹോങ്കോങ്ങിലെ ഡിസ്നി ലാൻഡ്, അയ്യോ, ഹോങ്കോങ്ങിലെ ഡിസ്നി ലാൻഡ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇന്ന് ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര ടെമ്പറേച്ചർ ഹൈ ആണ്. അപ്പം ഇത് നമുക്ക് ആൾക്കാർക്ക് ഇങ്ങനെ നിന്ന് ബോഡിയൊക്കെ തണുപ്പിച്ച് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ മുഴുവൻ നന്നായിട്ട് അതിന്റെ അടിയിൽ നിന്ന് നല്ല സുഖമാണ് കേട്ടോ ഈ വെയിലത്ത്. ഈ ഹോങ്കോങ്ങിലെ മതങ്ങൾ എന്ന് പറഞ്ഞാല് അത് ബുദ്ധമതമുണ്ട്. അത് നമുക്കറിയാം. ബുദ്ധമതമൊക്കെ ഈ ഭാഗങ്ങളിൽ അടുത്ത് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏഷ്യയില്. അപ്പൊ ബുദ്ധമതം, പിന്നെ ടാവോയിസം ഉണ്ട്. അതുകൂടാതെ ബ്രിട്ടീഷുകാർ ഭരിച്ചാണല്ലോ, ക്രിസ്ത്യാനിറ്റി ഉണ്ട്. പിന്നെ മുസ്ലിംസും ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ കുറച്ച്, വളരെ കുറഞ്ഞ പെർസെൻറ്റേജേ ഉള്ളൂ. അപ്പൊ അവരും ഉണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് പ്രശസ്തമായ വിക്ടോറിയ ഹാർബർ. അതായത് വെറും മീൻ പിടിച്ച് മാത്രം ജീവിച്ച ഒരു ഗ്രാമപ്രദേശമായിരുന്നു ഹോങ്കോങ്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയില് ഏറ്റവും സാമ്പത്തികമായി ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന നഗരങ്ങളിൽ ഹോങ്കോങ്ങിനെ എത്തിച്ചത് വിക്ടോറിയ ഹാർബറാണ്. ഹോങ്കോങ്ങിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹോങ്കോങ് ആദ്യമായി ചൈനീസ് രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. അപ്പൊ ചൈനയിലെ ഏറ്റവും അവസാനത്തെ രാജവംശമായ ഖിങ് രാജവംശത്തെ സ്വാധീനിച്ച് ബ്രിട്ടീഷുകാർ ഇവിടെ ട്രേഡിങ് തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക്
തേയില ആവശ്യമായിരുന്നു. അപ്പൊ ചൈനയിൽ ധാരാളം ഉണ്ടായിരുന്ന തേയില ബ്രിട്ടീഷുകാർ വാങ്ങുകയും അതിനു പകരമായിട്ട് രാജാവ് പറഞ്ഞതനുസരിച്ച് സിൽവർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാൾ അങ്ങനെ കൈമാറി കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ അത് സിൽവർ കൊടുക്കല് വെള്ളി കൊടുക്കല് നഷ്ടമായി തോന്നി. അങ്ങനെ ബ്രിട്ടൻ അത് നിർത്തലാക്കി. ബ്രിട്ടീഷുകാർ പറഞ്ഞു കറുപ്പ് ഒപ്പിയം തരാന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പാവം രാജാവ് എങ്ങനെയോ വീണു. കാരണം ഒപ്പിയം ചെറുതായിട്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു, മാത്രമല്ല മെഡിസിന് ഇമ്പോർട്ടൻസും ഉണ്ട്. അങ്ങനെ ഒപ്പിയം തന്നോണ്ടിരുന്നപ്പം ചൈനയിലെ യുവജനങ്ങൾ ഇത് കൂടുതൽ ഉപയോഗിക്കുകയും അഡിക്ഷൻ വരികയും ചെയ്തതോടുകൂടി രാജാവിന് ഇനി ചതി മനസ്സിലായി. രാജാവ് ഉടൻ തന്നെ ഒരു പ്രാവശ്യം വന്ന ലോഡ് എന്തോ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് തെറ്റി. അങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് തെറ്റിക്കഴിഞ്ഞ ശേഷം യുദ്ധമായി മാറി. അതാണ് പ്രശസ്തമായ ഓപ്പിയം വാർ, കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു. അങ്ങനെ അവര് ഹോങ്കോങ് കുറെ വർഷങ്ങൾ ഭരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ചൈനയായിട്ട് യോജിച്ചു പോയില്ലെങ്കിൽ അത് വീണ്ടും യുദ്ധമാകും. അതുപോലെ ചൈനയുടെ സാധനങ്ങളൊന്നും അവർക്ക് കിട്ടില്ല, അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനും കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി ഇവര് ചൈനയുടെ കയ്യിൽ നിന്ന് 99 വർഷത്തെ പാട്ടക്കരാറിന് ഹോങ്കോങ് എടുത്തു. അങ്ങനെ അവര് ഈ പാട്ടക്കരാറ് കഴിഞ്ഞ് വെറും 1997, അതായത് 2003 വർഷം മുമ്പ് മാത്രമാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഇറങ്ങിപ്പോയപ്പോ ചൈനയായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഉടമ്പടി വെച്ചു. കാരണം ഹോങ്കോങ്ങിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഭരണമായിരുന്നു. 2047 വരെ മാത്രമേ സ്വതന്ത്ര ഭരണം ഹോങ്കോങ്ങിനുള്ളൂ. 2047 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചൈനയുടെ കൺട്രോളിൽ ഫുള്ളായിട്ട് വരും. ഇതാണ് ഇതിന്റെ വിക്ടോറിയ ഹാർബറിന്റെ ചരിത്രം കേട്ടോ. വിക്ടോറിയ രാജ്ഞി യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടില്ല, പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഭരണമായതുകൊണ്ടാണ് അവരാണ് ഈ പേരിട്ട വിക്ടോറിയ ഹാർബർ എന്നുള്ള പേര്.